അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ സ്വപ്നത്തിൽ വന്നു. അള്ളാഹുവിൻ്റെ വർത്തമാനങ്ങൾ എന്തായിരുന്നു? ശിബിലി, നിനക്ക് ഞാനെല്ലാം പുറത്തു തന്നിരിക്കുന്നു. എങ്ങനെയാണ് ഈ പുറത്തു തന്നതെന്നറിയോ? നീ ഒരിക്കൽ ബഗ്ദാദിന്റെ ടൗണിലൂടെ പോകുമ്പോൾ മരം കോച്ചുന്ന തണുപ്പ്, അതിലൊരു പൂച്ചക്കുഞ്ഞിങ്ങനെ വിറക്കുന്നുണ്ട്. ആ പൂച്ചക്കുഞ്ഞിനെടുത്ത് അതിൻ്റെ തണുപ്പ് അകറ്റാൻ വേണ്ടി തീ കത്തിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആ പൂച്ചയുടെ തണുപ്പകറ്റതിൻ്റെ പേരിൽ ഫബിദിൽക റഹ്മ, ആ പൂച്ചയോട് നീ കാണിച്ച കരുണയുടെ പേരിൽ ഞാൻ നിന്നോട് കരുണ കാണിക്കുകയാണ്. ഇതാണ് കൂട്ടുകാരെ ഇസ്ലാം. ഇതാണ് ഇസ്ലാം. നമ്മുടെ ജീവിതം ഒരുപാട് പേർക്ക് ഉപകാരമുള്ളതാവണം. നൂറുൽ ഉലമ എം.എ. ഉസ്താദിൻ്റെ ആ ചെറിയ ജീവിതം എത്ര പേർക്കാണ് ഉപകാരം? നമ്മുടെ ഉസ്താദുമാരുടെ ജീവിതം എത്ര പേർക്കാണ് ഉപകാരം? അതാണ് ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പേരിൽ SYS അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടപ്പാടുകൾ നിർവഹിക്കുന്നിടത്ത് നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാവുകയും ഓരോരുത്തർക്കും വേണ്ടത് നമ്മെക്കൊണ്ട് ചെയ്യാനാവുന്നത് പരമാവധി ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാസമാണ് ഈ മാസം. SYSൻ്റെ ആശയങ്ങൾ എന്തെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ടോ ആ പഠിക്കുന്ന ആശയങ്ങൾ മുഴുവനും ഹദീസിൽ ഉള്ളതാണ്. ഹദീസിനെ ജീവിച്ച് കാണിച്ചു തന്ന ആളാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ജീവിച്ച ഓരോ ആശയങ്ങളെയും ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഒപ്പിയെടുത്ത് ജീവിച്ച ആളാണ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. റിഫായി ശൈഖിൻ്റെ ഓരോ ദിവസത്തെ പദ്ധതി എന്തായിരുന്നു? പാവപ്പെട്ടവർക്ക് വിറക് ശേഖരിച്ച് വീട്ടിലെത്തിച്ചു കൊടുക്കുക, വിശപ്പനുഭവിക്കുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകുക, രോഗികളുടെ വീട്ടിൽ ചെന്ന് വസ്ത്രം അലക്കി കൊടുക്കുക. തീർന്നിട്ടില്ല. കാഴ്ചയില്ലാത്തവരുടെ കൈപിടിച്ച് അവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക. വീട്ടിലാരെങ്കിലും വിഷമിക്കുന്നവർ വന്നാൽ അവർക്ക് ഭക്ഷണം അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെ കരുണയുടെ, ആർദ്രതയുടെ, അലിവിൻ്റെ, മനുഷ്യപ്പറ്റിൻ്റെ ജീവിതം നയിച്ച ആളാണ് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ. മനുഷ്യരോട് മാത്രമല്ല, തൻ്റെ കുപ്പായത്തിൻ്റെ കൈയുടെ ഭാഗത്ത് ഒരു പൂച്ച ഉറങ്ങിയപ്പോൾ അതിൻ്റെ ഉറക്കം ശല്യപ്പെടുത്തരുതെന്ന് ചിന്തിച്ച് ആ ഭാഗം കത്രികയെ കൊണ്ട് കട്ട് ചെയ്ത് കൈയില്ലാത്ത കുപ്പായവുമായി പള്ളിയിലേക്ക് ചെന്ന മഹാൻ. ഒരു കൊതുക് വന്ന് തൻ്റെ കൈയിൽ കടിക്കുമ്പോൾ, രക്തം കുടിക്കുമ്പോൾ കൈ നീട്ടിക്കൊടുത്ത് അതിന് വേണ്ട വിധത്തിൽ കുടിച്ചു തീർക്കട്ടെ എന്ന് വിചാരിച്ച മഹാൻ തൻ്റെ നാട്ടിലേക്ക് വന്ന ഒരു നായ ഉമ്മു അബീദ എന്ന തൻ്റെ നാട്ടിലേക്ക്, യൂണിറ്റിലേക്ക് എത്തിയപ്പോൾ കുഷ്ഠരോഗമുണ്ട്, പ്രയാസമുണ്ടെന്ന് മനസ്സിലാക്കി 40 ദിവസം പന്തൽ കെട്ടിയിട്ട് ഒരു ടെന്റ് കെട്ടി രാവിലെയും വൈകുന്നേരവും കുളിപ്പിച്ച് വൃത്തിയാക്കി മരുന്ന് വെച്ചു കൊടുത്തു. രാവിലെയും വൈകുന്നേരവും 7 പ്രാവശ്യം തൻ്റെ കൈ കഴുകി അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം തന്നെ. പ്രോട്ടോകോളിന്റെ പേരിൽ ദഅവത്ത് മുടങ്ങരുതെന്ന് റിഫായി ശൈഖ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ റിഫായി ശൈഖ് തങ്ങൾക്ക് 41ാമത്തെ ദിവസം ആ നായ ആരോഗ്യം തിരിച്ചെടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ കണ്ണിലുണ്ടായ കണ്ണീരിന്റെ സന്തോഷങ്ങൾ അല്ല, സന്തോഷത്തിന്റെ കണ്ണുനീർ. ഇതാണ് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ. ഒരു മുസ്ലിമിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ്. പാവപ്പെട്ടവർ ആരുണ്ടെങ്കിലും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. ഒരു കള്ളനായ മനുഷ്യൻ റിഫായി ശൈഖിന്റെ വീട്ടിലെത്തി. അയാളോട് റിഫായി ശൈഖ് പറയുന്നത് എന്താ? നീ പൊടിക്കാത്ത ഗോതമ്പെടുത്ത് പിന്നെ പൊടിക്കാൻ നീ വേറെ വില കൊടുക്കേണ്ടി വരൂലേ? ഇതാ ഈ ഭാഗത്ത് പൊടിച്ചതുണ്ട് മോനെ എന്ന് പറഞ്ഞ് അത് എടുക്കാൻ വേണ്ടി പറയാൻ. നിന്റെ വീട്ടിലേക്ക് എത്തിക്കാൻ ചുമട്ട് തൊഴിലാളി ഒന്നും ഇല്ലല്ലോ, ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് കൂടെ പോയി. അയാളുടെ വീടിന്റെ അടുത്തെത്തി റിഫായി ശൈഖ് അയാളോട് പറയാ, മാപ്പാക്കണം, പൊരുത്തപ്പെടണം, ആഖിറത്തിൽ എന്നെ തൂക്കിലേറ്റരുത്. നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് പൊരുത്തപ്പെടാനോ? എന്തേ അത്? ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ വീട് വാതിൽ തുറന്നിട്ടാ ഉള്ളത്. ആരാണ് എന്ന് നോക്കിയപ്പോൾ നിങ്ങൾ ആ അരി അല്ലെങ്കിൽ ഗോതമ്പ് എടുക്കുകയാണ്.
ആ സമയത്ത് നിങ്ങൾ എന്നെ കണ്ടപ്പോൾ പേടിച്ച് ഞെട്ടിപ്പോയിട്ടില്ലേ, പേടിച്ചു പോയിട്ടില്ലേ? അത് പൊരുത്തപ്പെടണേ. ആഖിറത്തിൽ അള്ളാഹിന്റെ അടുത്ത് പറഞ്ഞ എന്നെ പ്രതിക്കൂട്ടിലാക്കല്ലേ എന്ന്. അയാൾ കരഞ്ഞുപോയി. അയാൾ വീട്ടിലെത്തി ചിന്തിക്കുകയാണ്, ഈ ഒരു സൂഫിയുടെ വീട്ടിൽ കയറിയിട്ടല്ലേ ഞാൻ അതിക്രമം നടത്തിയത്. ഉടനെ അയാൾ തിരിച്ചുപോയി. ഷേഖിനെ കണ്ട് പൊരുത്തപ്പെടിച്ച് തൗബ ചെയ്ത് നന്നായി സൂഫിയായി എന്ന് ചരിത്രത്തിന്റെ പൂർത്തീകരണം. എന്തൊരു മനുഷ്യപ്പറ്റ്, എന്തൊരു നനവ്! ഇതാണ് കൂട്ടുകാരെ SYS കഴിഞ്ഞ 70 വർഷങ്ങളിൽ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തത്. ഈ റിഫായി ഷേഖ് പാവങ്ങളുടെ കണ്ണീരൊപ്പിയ, നായക്കും പൂച്ചക്കും ഇഷ്ടക്കാരനായ, സഹജീവികളുടെ ഇഷ്ടക്കാരനായ, കുടുംബത്തിലെ ഏറ്റവും നല്ലയാളായ, കുറ്റം ചെയ്തവർക്ക് മാപ്പ് കൊടുത്ത, ആക്രമിച്ചവർക്ക് ഇഷ്ടം വാങ്ങിക്കൊടുത്ത ഈ റിഫായി ഷേഖ് തിരുറൗളയിൽ പോയിട്ട്, അഹമ്മദ് മനസ്സുകൊണ്ട് എപ്പോഴും മദീനയിലാണ് നബിയെ, റൂഹ് എപ്പോഴും ഇവിടെ വരാറുണ്ട് നബിയെ, അഹമ്മദ് ഇതാ ഉടലോടെ ഇപ്പൊ വന്നിട്ടുണ്ട്, തങ്ങളുടെ പരിശുദ്ധ കരം ഒന്ന് നീട്ടിത്തരാവോ, ചുംബിക്കാൻ മുത്താൻ ഒരു പൂതിയുള്ളത് കൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോ ഈ മോനിക്ക് എങ്ങനെയാ മുത്തുനബി കൈ കൊടുക്കാതിരിക്കുക? മണ്ണിനോട് ചേർന്ന കരങ്ങൾ, സാന്ത്വനത്തിന്റെ കൈകൾ, എങ്ങനെയാ ഈ മോനിക്ക് കൈ കൊടുക്കാതിരിക്കുക? റൗളന്റെ വാതിൽ തുറക്കപ്പെട്ടു. 2 കരങ്ങൾ നീണ്ട് 2 കരങ്ങൾ വന്നില്ലേ, ചുംബിച്ചു, വേണ്ടുവോളം ചുംബിച്ചു. 500 പേര് ആ കറാമത്ത് കണ്ടു. ഇമാം സുയൂത്തിക്ക് ഒരു കിതാബ് തന്നെ ഉണ്ട്, ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം. ചുറ്റുവട്ടത്തുള്ള രോധനങ്ങൾ കേൾക്കാനാ 2 ചെവികൾ നമുക്ക് അല്ലാഹു തന്നത്.